Today's class is dedicated for the discussion of electron probability density based on the quantum mechanical model of hydrogen atom, or the wave functions that we got by solving the Schrodinger equation for the hydrogen atom. Now, in Bohr atom model, we assumed that electron, or we visualized the electron is revolving around the nucleus in a circular path. അതായത് ഒരു സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ഒരു പ്ലെയിനിൽ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുകയാണ്. സോ ലെറ്റ് മീ ടേക്ക് ദാറ്റ് പ്ലെയിൻ ആസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി പ്ലെയിനിൽ പോസിബിൾ ഓർബിറ്റ്സ് ആർ ഈക്വൽ ടു n²a0 എന്നുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുകയാണ്. സോ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഏത് കോർഡിനേറ്റാണ് മാറുന്നത്? ഒരു ഫിക്സ്ഡ് റേഡിയസ് ആണെങ്കിൽ സേ n=1 ആണെങ്കിൽ r കോൺസ്റ്റൻ്റ് ആണ്, തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. തീറ്റ ഏതെങ്കിലും ഒരു പ്ലെയിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ തീറ്റ = 90 ഡിഗ്രി എന്നുള്ള ഇക്വറ്റോറിയൽ പ്ലെയിൻ എടുക്കുന്നു. പിന്നെ ടൈം വേരിയിങ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് φ എന്നുള്ള അസിമുത്തൽ ആംഗിളാണ് വേരി ചെയ്യുന്നത്. സോ ഇൻ ബോർസ് മോഡൽ തീറ്റ ഈസ് ഈക്വൽ ടു ഒരു പ്ലെയിൻ ആണ്, ഇക്വറ്റോറിയൽ പ്ലെയിൻ ആണ്, ആറും ഫിക്സ്ഡ് ആണ്, φ ചേഞ്ചസ് വിത്ത് ടൈം. ക്വാണ്ടം തിയറിയിൽ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ഡിഫറൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഒന്ന്, ദർ ഈസ് നോ ഡെഫിനിറ്റ് വാല്യൂസ് ഫോർ ആർ, തീറ്റ ആൻഡ് ഫൈ. നമ്മൾ ഈ വേവ് ഫങ്ഷൻസ് ആർ ഓഫ് ആർ, തീറ്റ ഓഫ് തീറ്റ, ഫൈ ഓഫ് ഫൈ, ആ വേവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കൃത്യമായിട്ടുള്ള വാല്യൂസ് ഇതിന് പറയാൻ പറ്റില്ല. അപ്പോൾ ബോർ ആറ്റം മോഡലിൽ നമ്മൾ കൃത്യമായിട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു വാല്യൂസ് ആണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റിയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഡ്യൂ ടു ദി വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഒരു വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ബോർ ആറ്റം മോഡൽ അസ്യൂം ചെയ്തിരുന്ന ക്ലാസിക്കൽ വ്യൂ തന്നെയാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതുള്ളതാണ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് between quantum theory and Bohr atom model is that psi square is independent of time. Wave function is independent of time. നമ്മൾ കണ്ടായിരുന്നു വേവ് ഫംഗ്ഷൻ ആർ, തീറ്റ, ഫൈ ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. സ്റ്റഡി സ്റ്റേറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ദാറ്റ് മീൻസ് ഫൈ ഈസ് cannot be it's not a function of time. ഓർ ഫൈ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക്. സോ വി കനോട്ട് ഈവൺ തിങ്ക് ഓഫ് ഇലക്ട്രോൺ മൂവിങ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന, ഇലക്ട്രോൺ ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ക്വാണ്ടം തിയറിയിൽ വരുന്നില്ല. കാരണം ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് വേരിയിങ്, സം പാരാമീറ്റർ ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് വേരി ചെയ്യണം. പക്ഷേ ഇവിടെ ടൈം ഡിപ്പെൻഡൻസേ വരുന്നില്ല. അപ്പോൾ ഇലക്ട്രോണിനെ മൂവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഒരു വേവ് നേച്ചറാണ് വരുന്നത്, പ്രോബബിലിറ്റിയാണ് ഇതിന് വരുന്നത്. So that is the two major difference between Bohr model and quantum theory. Now let me discuss on the probability. So we have the wave function as product of radial wave function of theta, function of phi. So the electron probability density is mod psi square. So mod psi square means mod r square. The കോംപ്ലക്സ് കോഞ്ചുഗേറ്റിൻ്റെ ഓരോ വേവ് ഫംഗ്ഷൻ്റെയും മോഡ് സ്ക്വയർ എടുക്കുക. മോഡ് ആർ സ്ക്വയർ, മോഡ് തീറ്റ സ്ക്വയർ, മോഡ് ഫൈ സ്ക്വയർ. നൗ ഇനി ഓരോ റേഡിയൽ വേവ് ഫംഗ്ഷൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ലെറ്റ് us കൺസിഡർ ദി അസിമുതൽ പ്രോബബിലിറ്റി. So we have the azimuthal wave function phi of phi is equal to AIML phi, where ML is the magnetic quantum number. So mod phi square is mod phi square means complex conjugate into phi. So complex conjugate means put I equal to minus I. So mod psi square is A e raised to minus I ml phi. Mod psi is e raised to I plus I ml phi. So this is A square. E raised to I theta into e raised to minus I theta is 1. So this is A square. So we can see this is A square. This is constant. This is a constant. So constant means this probability, azimuthal probability is constant. Azimuthal probability is constant and it is independent of phi. Phi എന്ന് പറയുന്ന കോർഡിനേറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. So what does it mean? Suppose this is the probability at some value of phi1. phi1 എന്നുള്ള ഒരു വാല്യൂവിൽ അസിമുത്തൽ ആംഗിളിൽ അതിൻ്റെ പ്രോബബിലിറ്റി phi1 എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറിഡിയൻ പ്ലെയിനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ, ഈ പേപ്പറിൽ കാണുന്ന ഈ ഒരു പ്ലെയിനിൽ അതിൻ്റെ പ്രോബബിലിറ്റി phi1 എന്നുള്ള ആംഗിളിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ phi2 എന്നുള്ള ആംഗിളിൽ എന്തായിരിക്കും? ദ സെയിം. അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് phi.
അപ്പോൾ phi 2 ഇതിന് സിമെട്രിക് ആയിട്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അതല്ലെങ്കിൽ ഇതിനെ 3 ഡയമെൻഷനായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പ് വരുന്ന ഒരു ക്രോസ് സെക്ഷൻ ഈ ഷേപ്പായിട്ട് വരുന്ന 3 ഡയമെൻഷനലായിട്ട് ഈ ഇസഡ് ആക്സിസിന് പാരലായിട്ട് ഇസഡ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുന്ന ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ് ആയിരിക്കും വരുന്നത്. So that is the probability density, azimuthal probability is symmetric about the z axis. That means electron has the same chance of being found at different phi. Electron azimuthal angle ഇവിടെ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഇവിടെയും, അതല്ലെങ്കിൽ ഇവിടെയും അസിമുത്തൽ ആംഗിളിന് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വളരെ ക്ലാസിക്കൽ ഐഡിയയിൽ നിന്ന് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കിട്ടിയിരിക്കുന്നത്. ദ ലൈക്ലിഹുഡ് ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറ്റ് എ പെർട്ടിക്കുലർ അസിമുത്തൽ ആംഗിൾ phi is constant and does not depends upon phi, and electron probability density is symmetric about the z axis regardless of the quantum state. quantum state ഒന്നും വരുന്നില്ല, ഏത് quantum സ്റ്റേറ്റിലായാലും അതേ കാര്യം തന്നെയാണ്, ഫൈക്ക് സിമെട്രിക് ആയിട്ടാണ് വരുന്നത്. z ആക്സിസിന് ഫൈക്ക് സിമെട്രിക് അല്ല, z ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് വരുന്നത്. Now let us consider the radial probability. radial probability വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ റിസൾട്ടുകളാണ് നമുക്ക് തരുന്നത്. The probability density of electron at a point in spherical polar coordinates are theta phi. We know the probability density is proportional to mod psi square, but that is proportional. But the actual probability of finding an electron in a volume dV is given by, that is equal to mod psi square dV. Actual probability is ഒരു dV വോളിയം എലമെൻറ്റിൽ ആ ഇലക്ട്രോണെ കാണാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ mod psi square dV ആണ്. We know in spherical polar coordinates dV is dr r d theta r sin theta d phi. So product is r square sin theta d theta d phi. Now the probability of finding, നമ്മൾ റേഡിയൽ പ്രോബബിലിറ്റി ആണ് കാണുന്നത്. അപ്പോൾ കൺസിഡർ എ ഷെൽ ഓഫ് റേഡിയസ് ബിറ്റ്വീൻ r and r plus r. ന്യൂക്ലിയസിന് ചുറ്റും സേ ദിസ് ഈസ് r and this thickness is dr. സോ dr തിക്നെസ് ഉള്ള r റേഡിയസിലുള്ള ഒരു ഷെല്ല് കൺസിഡർ ചെയ്യുക. ആ ഷെല്ലിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മൾ റേഡിയൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ബിറ്റ്വീൻ r and r plus dr, ആ ഒരു ഷെല്ലിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് p of r dr is equal to integral mod psi square dv. Total probability is mod psi square dv. Substitute for psi square is mod r square, mod phi square, mod theta square. So into dv വരുന്നു. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dr mod r square dr ആറിൻ്റെ വേരിയബിൾസ്. ദെൻ ഒരു ഷെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ തീറ്റ വേരിയബിളിനെ 0 to pi വരെ അതിൻ്റെ എൻ്റയർ ലിമിറ്റിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. 0 to pi mod തീറ്റ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ. അതുപോലെ തന്നെ ഫൈ വേരീസ് ഫ്രം 0 to 2 pi mod psi square d phi. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെല്ലിൽ റേഡിയൽ പ്രോബിലിറ്റി മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തീറ്റ അതിൻ്റെ മുഴുവൻ ഇതും എടുക്കുന്നു, ആംഗിളും എടുക്കുന്നു, ഫൈയും അതിൻ്റെ മുഴുവൻ ഏരിയയും എടുക്കുന്നു. അതായത് ഈ ഒരു ഷെല്ല് ആർ റേഡിയസിൽ dr തിക്നെസ്സിലുള്ള ഒരു ഷെല്ലിലാണ് കൺസിഡർ ചെയ്യുന്നത്. Now we know for a normalized wave function, അതിൻ്റെ എൻ്റയർ സ്പേസിൽ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ തീറ്റ വേരിയബിൾ 0 to pi വരെയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ എൻ്റയർ സ്പേസിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് 1 കിട്ടും. അതുപോലെ തന്നെ ഫൈ അതിൻ്റെ എൻ്റയർ റേഞ്ചിൽ 0 to 2 pi അതിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് r സ്ക്വയർ r dr. നൗ ഈ മോഡ് r സ്ക്വയർ അല്ലെങ്കിൽ റേഡിയൽ പ്രോബബിലിറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ക്വാണ്ടം സ്റ്റേറ്റിന് ഡിഫറെൻറ്റ് റേഡിയൽ വേവ് ഫങ്ഷൻസാണ് നമ്മൾ കിട്ടുന്നത്. അത് നമ്മൾ ലിസ്റ്റ് ചെയ്തായിരുന്നു. വേവ് ഫങ്ഷൻസ് ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൽ ഫങ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ റേഡിയൽ ഫങ്ഷൻസ് അതിൻ്റെ പ്രോബബിലിറ്റി മോഡ് r സ്ക്വയർ dr കാണുകയാണെങ്കിൽ യു ക്യാൻ സി ഫോർ n ഈക്വൽ ടു 1 ആൻഡ് l ഈക്വൽ ടു 0 സ്റ്റേറ്റ്. n ഈക്വൽ ടു 1 l ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് s ആണ്, 1s. സോ 1s ഓർബിറ്റിലുള്ള 1s സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോൺ അതിൻ്റെ റേഡിയൽ പ്രോബബിലിറ്റി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷനാണ് ആദ്യം, റേഡിയൽ വേവ് ഫംഗ്ഷൻ ആദ്യം പ്ലോട്ട് ചെയ്തിരിക്കുന്നു, r ഓഫ് r വേഴ്സസ് r. സോ ദാറ്റ് റേഡിയൽ വേവ് ഫംഗ്ഷൻ, what is that radial wave function? So this is actually 2 by a0 raised to 3 by 2 e raised to minus r by a0. ഈ ഫംഗ്ഷനാണ് r.
1s ഓർബിറ്റലിൻ്റെ റേഡിയൽ വേവ് ഫംഗ്ഷൻ അത് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യാണ്. മാക്സിമം വരുന്നത് r=0 വരുന്നത്. അവിടെ ഞങ്ങൾ എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. മാക്സിമം വരുന്നത് എവിടെയാണ്? r=0 എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലാണ്. ഇപ്പോൾ ന്യൂക്ലിയസിലാണ് വേവ് ഫംഗ്ഷൻ വരുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ വേവ് ഫംഗ്ഷൻ വരും ഇലക്ട്രോണിൻ്റെ. നമ്മളതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, വേവ് ഫംഗ്ഷന് ഫിസിക്കൽ മീനിങ് ഒന്നുമില്ല. നമ്മളതിൻ്റെ പ്രോബബിലിറ്റി കുറിച്ചാണ് എടുക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി P(r)dr വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ പ്രൊഫൈൽ ലൈക്ക് ദിസ്. So you can see the probability is 0 at the nucleus. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോണിനെ കാണാൻ പോകുന്നില്ല. So probability is 0 at r=0 and maximum at this point. Thereafter it decreases. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേഡിയൽ പ്രോബബിലിറ്റി ബോർ മോഡൽ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊരു ഓർബിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അവിടെ മാക്സിമം പ്രോബബിലിറ്റി വരുന്ന പോയിൻ്റ് ഏതാണ്? ദാറ്റ് ഈസ് 1.5 A0. 1.5 A0. ബോർ മോഡലിൽ എന്തായിരുന്നു? ബോർ മോഡലിൽ ഫിക്സ്ഡ് റേഡിയസ് ആയിരുന്നു, A0 ആയിരുന്നു. 1.5 A0 അല്ല, A0 ആയിരുന്നു ബോർ മോഡലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരാണ്. ബോർ മോഡലിൽ A0 ആണ് ഉണ്ടായിരുന്നത്. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് R for 1s orbit is, that is expectation R. Expectation R is 1.5 A0. അപ്പോൾ നമുക്ക് തോന്നാം ബോർ ആറ്റം മോഡലിലെ എനർജി ലെവൽസൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ക്വാണ്ടം തിയറിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ റേഡിയസ് മാച്ച് ചെയ്യാതെ വരുന്നത്? എക്സ്പെക്ടേഷൻ R നിങ്ങൾ മാത്തമാറ്റിക്കലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി, ഇവിടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന പോലെ മാത്തമാറ്റിക്കലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ഇറ്റ് ഈസ് 1.5 A0. But if you take the expectation of 1/r, you can see it is 1/A0. 1/r is equal to 1/0. It's a solved problem, example problem 2 in page number 177. ആക്ച്വലി ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? എനർജി, വി നോ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. ഹൈഡ്രജൻ ആയിരുന്നില്ല ഇലക്ട്രോണിൻ്റെ എനർജി 1/r-നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 1/r നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ ഈസ് 1/A0. സോ എനർജി ലെവലിൽ കോൺട്രഡിക്ഷൻ വരേണ്ട കാര്യമില്ല. സോ ഇതുപോലെ ക്വാണ്ടം നമ്പറുകൾ മാറുന്നതിനനുസരിച്ചിട്ട് പ്രോബബിലിറ്റിയും മാറും. ഫോർ എക്സാമ്പിൾ ക്വാണ്ടം നമ്പർ മാറുന്നതിനനുസരിച്ച് വേവ് ഫങ്ഷൻസ് 2s ഓർബിറ്റ്, 2s ഓർബിറ്റ്സിനൊക്കെ എസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ L=0, 2s എന്ന് പറഞ്ഞാൽ n=2ൽ L=0, അതിനെല്ലാം മാക്സിമം വരുന്നത് r=0-ലായിരിക്കും. അവിടെ നിന്ന് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ 2p വരുമ്പോൾ ഇത് വേവ് ഫംഗ്ഷനാണ്, വേവ് ഫംഗ്ഷൻ, റേഡിയൽ വേവ് ഫംഗ്ഷൻ 2pയുടെ കേസിലാണെങ്കിൽ ഇവിടെ 0 ആയിട്ടാണ് വരുന്നത്. വേവ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട, നമ്മൾ കാണുന്നത് പ്രോബബിലിറ്റിയാണ്. സോ പ്രോബബിലിറ്റിയുടെ പ്ലോട്ട് ഇതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ദിസ് ഈസ് ആർ 1s ഓർബിറ്റിൻ്റെ മാക്സിമം വരുന്നത് 1.5-ലാണ്. ദെൻ 2p വരുമ്പോൾ യു ക്യാൻ സി ഇറ്റ് ഈസ് 4A0 ആണ് വരുന്നത്, മോസ്റ്റ് പ്രോബബിൾ സ്റ്റേറ്റ്. ഇതുപോലെ ബാക്കി പ്രോബബിലിറ്റികൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.